നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വൈലുൽ ലിമൻ യുഹദ്ദിസു ഫയക്ദിബൻ നാസ് ഫയുക്ദിബൻ നാസ് ഫയവലിയുൽഹികൻ നാസ് വൈലുൽ ലഹു വൈലുൽ ലഹു വൈലുൽ ലഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ അവരെ നോക്കി പറഞ്ഞത് 3 പ്രാവശ്യം വൈലുല്ലഹു വൈലുല്ലഹു വൈലുല്ലഹു, അവർക്ക് നരകമാണ് നരകമാണ് നരകമാണ്. ജനങ്ങളെ ചിരിപ്പിക്കാൻ കേവലം ഒരു ചെറിയ തമാശ രൂപത്തിലെങ്കിലും നിങ്ങൾ പറയാം, അതില്ലാത്തതാണ്, സംഭവിക്കാത്തതാണ്, നടക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ ജനങ്ങൾക്ക് അത് കേൾക്കാൻ ഒരു ആവേശമാണ്. വഅദ് പറയുമ്പോൾ ജനങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ കള്ളത്തമാശ പറഞ്ഞുകൂടെ സഹോദരങ്ങളെ? അങ്ങനെ നിങ്ങൾ പൊട്ടിച്ചിരിക്കുമ്പോ നമുക്കും ഒരാശ്വാസമായി, പ്രഭാഷകർക്കും ഒരാശ്വാസമായി. അൽഹംദുലില്ലാഹ്, ജനങ്ങളെല്ലാം എന്നോടൊപ്പം തന്നെയാണ്, നല്ല ഉണർവിലാണ്, നല്ല ഓർത്തോർത്ത് ചിരിക്കുകയാണ്. അവൻ വീട്ടിലേക്ക് പോയി കിടന്നാലും അവൻ കക്കൂസിൽ പോയിരുന്നാലും ഉസ്താദ് പ്രസംഗിച്ച ആ പ്രസംഗത്തിലെ തമാശ ഓർത്ത് ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് ചിരിക്കാം, പക്ഷേ നിങ്ങളെ ചിരിപ്പിച്ച ഉസ്താദുമാര് നാളെ ഖേദിക്കേണ്ടി വരും. കാരണം ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, ആരെയെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞാൽ, കള്ളത്തരം മെനഞ്ഞെടുത്താൽ വൈലുല്ലഹു വൈലുല്ലഹു വൈലുല്ലഹു. 1 പ്രാവശ്യമല്ല പറഞ്ഞത്, 2 പ്രാവശ്യമല്ല പറഞ്ഞത്, 3 പ്രാവശ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവന് നരകമാണ് നരകമാണ് നരകമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ മൊയ്ലിയാർ കളവ് പറഞ്ഞുകൊണ്ട് അള്ളാഹു മൊയ്ലിയാരല്ലേ പോട്ടെ, അവനൊക്കെ കളവ് പറഞ്ഞ ജായിസാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് എഴുതിത്തുള്ളൂ. ആദ്യം 10 അടി കൂടുതൽ കൊടുക്കുന്നവർക്കാണ്, കുറച്ച് കൂടുതൽ കൊടുക്കുന്ന ആൾക്കാർക്ക്. കാരണം പഠിച്ചിട്ട് നീ എന്താണ് കളവ് പറഞ്ഞത്, എന്തിനു പറഞ്ഞത്? ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളല്ലേ, ഇതൊക്കെ മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ ഞാൻ കളവ് പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്കിത് പറഞ്ഞുതരാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇല്ലേ ഉസ്താദേ? ഉസ്താദേ, നമുക്കിത് പറഞ്ഞുകൊടുക്കാൻ പറ്റുമല്ലോ, നമ്മൾ പറഞ്ഞുകൊടുക്കാൻ പറ്റുമല്ലോ. ഒരു നരകത്തെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടാൻ വേണ്ടി പറയുകയാണ്, അഭയം തേടാൻ വേണ്ടി പറയുകയാണ്. ഈ പാവപ്പെട്ടവൻ പോലും അത് ഓർത്ത് പൊട്ടിക്കരഞ്ഞു പോയ ഹദീസ് കേട്ടപ്പോ കണ്ടപ്പോ നിങ്ങളൊക്കെ ദുആ ചെയ്യണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. തഅവ്വദു ബില്ലാഹി മിൻ ജുബ്ബിൽ ഹുസ്ൻ, തഅവ്വദു ബില്ലാഹി മിൻ ജുബ്ബിൽ ഹുസ്ൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ജുബ്ബുൽ ഹുസ്ൻ എന്ന നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടണേ, അഭയം ചോദിക്കണമേ. അലോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ ജുബ്ബുൽ ഹുസ്ൻ, ഏതാണ് ആ ജുബ്ബുൽ ഹുസ്ൻ എന്ന് പറയുന്ന നരകം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വാദിൻ ഫി ജഹന്നം, അത് സ്വർഗ്ഗത്തിൽ നരകത്തിലെ ഒരു ചെരുവാണ്, നരകത്തിലെ ഒരു ചെരുവാണ്. യതഅവദു മിൻഹു കുല്ല യൗമിൻ 700, എല്ലാ ദിവസവും ആ നരകം അല്ലാഹുവിനോട് 700 പ്രാവശ്യം അഭയം തേടാറുണ്ട്. എല്ലാ ദിവസവും ആ നരകം അല്ലാഹുവിനോട് 700 പ്രാവശ്യം കാവൽ ചോദിക്കാറുണ്ട്. അത് ഭയങ്കരമായ നരകമാണ്, ഭയാനകത നിറഞ്ഞ നരകമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണേ, അഭയം തേടണമേ. ഉടനെ സ്വഹാബാക്കൾ വളരെ വിഷമത്തോടെ, പ്രയാസത്തോടെ, അത്ഭുതത്തോടെ നബി തങ്ങളോട് ചോദിക്കുകയാ, വമയദ്ഖുലുഹാ യാ റസൂലല്ലാഹ്, ആ നരകത്തിൽ പ്രവേശിക്കുന്നത് ആരാണ് നബിയേ, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുർആഊൻ അൽ മുറാഊന ബിഅമാലിഹിം, ഖുർആൻ രസത്തിന് വേണ്ടി ഓതുന്നവരാണ്, ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പ്രഭാഷണം നടത്തുന്നവരാണ്, ജനങ്ങളെ കാണാൻ വേണ്ടി കൈയടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. എന്റെ പ്രവർത്തികൾ നാട്ടുകാർ അഭിമാനിക്കട്ടെ, ശ്ലാഘിക്കട്ടെ. ഞാൻ ഈ ദുനിയാവിൽ ചെയ്തു വെച്ച നന്മകൾ എന്തെല്ലാമെന്ന് ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ പറയട്ടെ, എന്നെ ജനങ്ങൾ പൊക്കി പൊക്കി പറയട്ടെ. ഞാൻ നമസ്കരിക്കുന്നവനാണ്, ഞാൻ നോമ്പെടുക്കുന്നവനാണ്, ഞാൻ ധാരാളം സദഖകൾ ചെയ്യുന്നവനാണ്, ഞാൻ ധാരാളം സക്കാത്ത് കൊടുക്കുന്നവനാണ്, ഞാൻ നല്ല നിലയിൽ പ്രസംഗിക്കുന്നവനാണ്. എന്റെ പ്രസംഗം ജനങ്ങളെ കോൾമയർ കൊള്ളിക്കുന്നു, ജനങ്ങൾ പ്രകമ്പനത്തോടുകൂടി അതിനെ സ്വീകരിക്കുന്നതാണ്. അങ്ങനെ ഓരോരോ മനസ്സിന്റെ ഉള്ളറകളിൽ നിന്നും, അവന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്നും ജനങ്ങളെ കാണിക്കാനും കേൾപ്പിക്കാനും വേണ്ടി ഓതുകയും പ്രഭാഷണം നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആ ജുബ്ബുൽ ഹുസ്ൻ എന്ന നരകത്തിൽ പോകുമെന്ന് ഔ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. ഈ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ 10ന്റെ സമയമാണല്ലോ. ഞങ്ങൾ അറിവില്ലായ്മയുടെ പേരിൽ അല്ലാഹുവേ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ചിലപ്പോൾ ഇതിൽ പെട്ടുപോകും. പടച്ചവനെ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ, അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽപ്പെട്ട ഒരാളെ പോലും ആ ജുബ്ബുൽ ഹുസ്ൻ എന്ന നരകത്തിൽ എറിയരുതേ റബ്ബേ. നമ്മളൊക്കെ റമദാനിൽ ദുആ ചെയ്യേണ്ടതാണ്. ആലിമീങ്ങൾ മാത്രമല്ല, കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നവരും. ഇപ്പൊ നമ്മൾ MP MLA ഒക്കെ നമ്മളെ MP നിർമ്മിച്ചത് വെയിറ്റ് ഷെഡ് നന്മ വിളിച്ചു പറഞ്ഞു പോയി, ഞങ്ങൾ ഇന്നത് ചെയ്തു വിളിച്ചു പറഞ്ഞു പോയി. ചാപ്പാട് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നമ്മളെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ, കോഴിക്കറി എങ്ങനെ ഉണ്ടായിരുന്നു? മനുഷ്യൻ നീ ചാപ്പാട് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വിഷയം പറഞ്ഞ് തിന്നു പോയി, അൽഹംദുലില്ലാ. ഇനി അത് എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തിനു വേണ്ടി കൊടുത്തതാ? എന്തിനുവേണ്ടി കൊടുത്തതാ? നീ കൊടുക്കുന്നത് എന്തിനാണ്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. എന്താ പറഞ്ഞത്? എന്താണ് സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത്? മഹാന്മാർ എന്താണ് ആഗ്രഹിക്കുന്നത്? സാലിഹീങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാ വലാ ശുകൂറാ. ഞങ്ങൾക്ക് വേണ്ട, നിന്റെ താങ്ക്സ് ഞങ്ങൾക്ക് വേണ്ട. കൊള്ളാം, അടിപൊളിയായിരുന്നു, സൂപ്പർ സൂപ്പർ, ഇത് നമുക്ക് വേണ്ട. പിന്നെയോ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്, അള്ളാന്റെ തൃപ്തിക്കാണ് ഞാൻ നമസ്കരിക്കുന്നത്, അള്ളാന്റെ തൃപ്തിക്കാണ് ഞാൻ പ്രസംഗിക്കുന്നത്, അള്ളാന്റെ തൃപ്തിക്കാണ് ഞാൻ ഖുർആൻ ഓതുന്നത്. ഖുർആൻ പാരായണം നടത്തുമ്പോൾ അവനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഓതുന്നു. പ്രസംഗിക്കുമ്പോൾ അവനേക്കാള് നമുക്ക് 1ാമത്തെ നമ്പർ വരണം. 4 പേരുടെ പ്രഭാഷണം നടക്കുന്ന സ്ഥലത്ത് അവസാനം വിളിച്ചു ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം?